ഹലോ, മിസ്സിസ് ശിവരാമകൃഷ്ണൻ ഓഫ് തൃച്ചംബരത്ത് ഫാമിലി. അതെ, ഇവിടുത്തെ ഡിസ്കസ് ത്രോ, ജാവലിംഗ് ത്രോ, നാടൻ പന്തെറിയൽ, വളയമിട്ടുപിടി തുടങ്ങിയ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോയിക്കോട്ടെ. ഡു യു ഹാവ് എനി ഒബ്ജെക്ഷൻ മാഡം? എന്താ ലോകം മറന്നൊരാലോചന? ഓ, പണ്ട് അച്ഛന് മാലറിനെടുത്തിട്ടുള്ള കാര്യം ആലോചിച്ചിട്ടുള്ള റൊമാൻറ്റിക് നൊസ്റ്റാൾജിക് ഇമോഷണൽ മൂഡിലായിരിക്കും അല്ലേ? ആ, അതിരിക്കട്ടെ. അല്ലമ്മേ, അന്ന് അമ്മയുടെ ആദ്യത്തെ ഏറി തന്നെ അച്ഛന്റെ കഴുത്തിൽ മാല വീണോ? അതോ വീഴാതെ ഒന്നും ഇരിക്കില്ല. നിങ്ങൾ അർദ്ധനാരീശ്വരന്മാരെ പോലെ പണ്ടേ ഒട്ടിച്ചേർന്ന ബന്ധമല്ലേ? ഞാൻ എന്റെ ചോദ്യം തിരിച്ചെടുത്തു. ഐ എം സോറി. എന്തു പറ്റിയമ്മേ? ആകെ ഡള്ളാണല്ലോ. എന്താ സംഭവം? ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. ഹേ, ഇല്ല 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 ഇല്ല, നമ്മുടെ കണ്ണ് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടു. അല്ലമ്മേ, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും? നോ, നിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ടെൻഷൻ മുഴുവനും ആനന്ദിന്റെ കാര്യത്തിലാ. കൊള്ളാം, ബെസ്റ്റ്. അമ്മ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് എന്റെ ബ്രോ. പ്രത്യേകിച്ചും അമ്മയുടെ. കേട്ടിട്ടില്ലേ, അമ്മയുടെ മാറാരോഗം മാറാൻ വൻപുലികളുള്ള കൊടുങ്കാട്ടിലേക്ക് ആയുധം പോലും ഇല്ലാതെ പുലിപ്പാല് തേടിപ്പോയ സാക്ഷാൽ അയ്യപ്പന്റെ കഥ. അതിന്റെ ഒരു മോഡേൺ വേർഷനാണ് അമ്മയുടെ മൂത്ത മകൻ. അമ്മയ്ക്കൊരു കാര്യം അറിയും, ജീവിതത്തിൽ ബ്രോ എന്നെ ഒരിക്കലും അടിച്ചിട്ടുള്ളൂ. അത് ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള വൃത്തികൾക്കല്ല, ഒരിക്കലും അമ്മയെ ധിക്കരിച്ച് സംസാരിച്ചതിന്. അങ്ങനെയുള്ള ബ്രോ ആലോചിച്ചിട്ടാണോ അമ്മയുടെ ടെൻഷൻ? നല്ല കാര്യമായിരിക്കും. അതല്ല അരവിന്ദ്, നീ കാണുന്നില്ലേ, എല്ലാം ഓരോ ദുർനിമിത്തങ്ങളാ. ആനന്ദെറിഞ്ഞ മാല പ്രിയങ്കയുടെ കഴുത്തിന്ന് താഴേക്ക് വീണു. അതത്ര നല്ലതല്ല. വേറെ എന്തോ കുഴപ്പമുണ്ടെന്ന് തീർച്ചയാ. അപ്പൊ അതാണ് കാര്യം. എന്റെ അമ്മ ബ്രോ എറിഞ്ഞ മാല കൃത്യമായിട്ട് കഴുത്തി വീണല്ലോ. അതിനുശേഷമല്ലേ കെട്ടഴിഞ്ഞ് താഴേക്ക് വീണത്. കെട്ടഴിഞ്ഞു പോയതേ ലൂസായ ആ മാല കെട്ടി കടക്കാരന്റെ കുഴപ്പാ, അല്ലാതെ ദുർനിമിത്തമൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനെങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ദേ അമ്മ, എനിക്കറിയാം എന്റെ അമ്മയുടെ മനസ്സ്. ആ ജോൽസി ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഈ ടെൻഷൻ. ഒരു കാര്യം ഞാൻ പറയാം, അമ്മ വിഷമിച്ച എനിക്ക് സങ്കടമാവും. വെറുതെ കോമഡി അടിക്കാൻ മാത്രമൊന്നുമല്ല, ബ്രോയെ പോലെ തന്നെ എനിക്കും ജീവൻ എൻ്റെ അമ്മയെ. പിന്നെ പാവം ബ്രോയ്ക്ക് അല്പം കൂടി ഇഷ്ടം കൂടി കെട്ടിക്കോട്ടെ എന്ന് കരുതി ഞാനോരോ കുരുത്തക്കേടൊക്കെ കെട്ടി മാറി നിൽക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ അമ്മ കരഞ്ഞ അത് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ. ഞാനും കരഞ്ഞു പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോക്കരയല്ലേ? എനിക്കൊരു സങ്കടവുമില്ല. എനിക്കിപ്പോ വലിയ സന്തോഷായി നിന്റെ പറച്ചില് കേട്ടിട്ട്. ചിറം ചിരിക്കടാ, ചിരിക്കടാ. ചിരിക്കടാ. ചേച്ചി വിശക്കുന്നു, പെട്ടെന്ന് കൊണ്ടുവാ. കിടന്ന് വിളിക്കണ്ട, എടുത്തോണ്ട് വരട്ടെ. നിനക്ക് കഴിക്കുന്ന പാത്രങ്ങളൊന്നും എടുത്തോണ്ട് വന്നൂടെ? കഷ്ടാണ് കേട്ടോ. എന്ത് കഷ്ടം? പെട്ടെന്ന് വിളമ്പ്, വിശന്ന് കൊടല് കരിയുന്നു. നിനക്ക് അത്ര വിശപ്പായിരുന്നെങ്കിൽ നേരത്തെ കഴിച്ചുകൂടായിരുന്നോ?
ഞാൻ നേരത്തെ കഴിക്കാൻ പറഞ്ഞതാ അച്ഛാ. അപ്പൊ അവന് അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി വാശി. നീ അവന് വിളമ്പി കൊടുക്ക്. കല്യാണി, വല്യുഞ്ഞ് കല്യാണി. വലിയ കുഞ്ഞ വരൂ. ആഹാരം കഴിക്കായിരുന്നോ? അതെ വലിയ കുഞ്ഞെ, ഇരുന്നതേ ഉള്ളൂ, കഴിച്ചു തുടങ്ങിയില്ല. ശരി ശരി, ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാനുള്ള ഇക്കൊല്ലത്തെ അവാർഡ് എനിക്ക്. ആഹാ, വലിയ കാര്യാണല്ലോ. സന്തോഷായി വലിയ കുഞ്ഞെ, സന്തോഷായി. എന്നാ ഇതിനേക്കാൾ സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതിലാ എനിക്ക് കൂടുതൽ സന്തോഷം. ഇതിനേക്കാൾ സന്തോഷമായിട്ട് വേറൊരു കാര്യം എന്താ കുഞ്ഞ്? എനിക്ക് കിട്ടിയതിനോടൊപ്പം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസിഡറിനുള്ള അവാർഡും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നമ്മുടെ കല്യാണിക്ക്. ചേച്ചി പൊളിച്ചു, സൂപ്പർ. എന്തുപറ്റി കല്യാണി, ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടും ആ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? ഏതായാലും നിനക്ക് കിട്ടിയ ഈ റെക്കഗ്നേഷൻ നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് ഉറപ്പാ. അതിന്റെ ആദ്യപടിയായി നമ്മൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകേണ്ടി വരും. ഒന്നുകിൽ മുംബൈ അല്ലെങ്കിൽ സിംഗപ്പൂർ. ഹായ്, സൂപ്പർ. അവിടെയൊക്കെ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്? അതേ നീങ്കൂട്ട, ഫ്ലൈറ്റിലേ പോകൂ. അല്ല, കല്യാണിക്ക് പാസ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ? സാരമില്ല, അതിപ്പോ പെട്ടെന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ട്രാവൽസ് കാര് ശരിയാക്കി തരും. അതൊന്നും വേണ്ട വല്യുഞ്ഞെ, ഞാൻ സിംഗപ്പൂരിലേക്കൊന്നും വരുന്നില്ല. വരുന്നില്ലേ? എന്താ കല്യാണി ഇത്? നമ്മൾ ടൂറിനൊന്നും പോകുന്നതല്ല. അവാർഡ് ഫംഗ്ഷൻ നടക്കുന്നതാ സിംഗപ്പൂരില്, ചിലപ്പോ മുംബൈയിലായിരിക്കും. എവിടെയായാലും അവാർഡ് വാങ്ങാൻ നമ്മൾ രണ്ടുപേരും പോയേ മതിയാവും. ദാസേട്ടൻ തന്നെ കല്യാണി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. സോറി, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതൊന്നും ശരിയാവില്ല. സിംഗപ്പൂരിൽ നിന്ന് കല്യാണി വരില്ല. ദാസേട്ടാ പേടിക്കണ്ട, കല്യാണി ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, കൂടെ ഞാനും ഇല്ലേ. കല്യാണിയെ സുരക്ഷിതമായി ഞാൻ കൊണ്ടുപോയിക്കോളാം. പിന്നെന്താ? എന്താ ദാസേട്ടാ? വേണ്ട വല്യുഞ്ഞെ, എനിക്ക് സിംഗപ്പൂരിലൊന്നും പോകാൻ താല്പര്യമില്ല. എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും, നീ വന്നേ പറ്റൂ. നോക്ക്, നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ സക്സസിന് കാരണം ബ്രാൻഡ് അംബാസിഡറായ കല്യാണി എന്ന കാരണത്താലാണ് നിനക്ക് മികച്ച ബ്രാൻഡ് അംബാസിഡറിനുള്ള അവാർഡ് കിട്ടിയത്. അതൊരു അംഗീകാരമാണ്. നേരിട്ട് പോയി വാങ്ങുക തന്നെ വേണം. കമ്പനിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ അത്. അത് വല്യുഞ്ഞെ, എനിക്ക് സ്റ്റോപ്പ് ഇറ്റ്. നോക്ക്, കമ്പനിയുടെ MD ആയിട്ടാ ഞാൻ ഈ പറയുന്നത്. ബ്രാൻഡ് അംബാസിഡറായ കല്യാണി സിംഗപ്പൂരിലേക്ക് പോകുന്നു, ഓർ മുംബൈ. ഇതെന്റെ ഓർഡർ, സ്ട്രിക്ട്ലി ഒഫീഷ്യലായ ഓർഡർ. അനുസരിച്ചാ മതി.
ലിസ്റ്റൊക്കെ പക്കയാണ്. പക്ഷേ നോൺ വെജ് ഐറ്റംസ് ഒഴിവാക്കിയേ പറ്റൂ. ടോട്ടലി വെജിറ്റേറിയൻ ഫുഡ് മതി. പരമ്പരാഗത വിഭവങ്ങളൊക്കെയുള്ള ഒരു മെനു. എന്താ കൃഷ്ണേട്ടാ, അതുപോലെ? അതെ, നല്ല നാടൻ പച്ചക്കറി ഉപയോഗിച്ച് വിഷമില്ലാത്ത ആഹാരം വേണം നമുക്ക് കൊടുക്കാൻ. അന്നവിചാരം മുന്ന വിചാരം എന്നല്ലേ പഴഞ്ചൊല്ല്. ആഹാരം കേമോ ആയ കല്യാണം കേമോ എന്ന അർത്ഥം. തൃച്ചംബരത്തെ കല്യാണം ആവുമ്പോ ഒന്നിനും ഒരു കുറവും വരില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് തെറ്റിക്കരുത്. അല്ല, മേൽനോട്ടത്തിന് വേലയിനുണ്ടാവില്ലേ? മാമനിപ്പം പഴയതുപോലെ എങ്ങും പോകുന്നില്ല. ഈ ബൊഫേ സമ്പ്രദായത്തോട് മാമന് വെറുപ്പാ. ഇരന്നു തിന്നലെന്നാ മാമൻ അതിനെ വിളിക്കുന്നത് തന്നെ. ആ ആനന്ദേ, ദേഹണക്കാര. ഫംഗ്ഷന്റെ ഫുഡിന്റെ കാര്യമോ പറയുന്നത്? പരമ്പരാഗത വിഭവങ്ങളുടെ ഒരു ക്ലാസിക് ലൈൻ. എന്താ എതിർപ്പ് വല്ലതും ഉണ്ടോ? മതി അച്ഛാ, ധാരാളം. എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കണം. എന്റെ പോളിസി അത്രേ ഉള്ളൂ. മാഡം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വല്യുഞ്ഞിന്റെ അനിയൻ കുഞ്ഞിന്റെയും ഈ ഫംഗ്ഷന് എനിക്കും പാചകം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കല്യാണി, ഇത് അടുക്കളയില് ഞങ്ങൾക്ക് 4 പേർക്ക് പാചകം ചെയ്യുന്ന പോലല്ല. ഒരു ഫംഗ്ഷനാ. ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. നീ പോയി സ്വന്തം ജോലി ചെയ്യാൻ നോക്ക്. മാഡം, എന്റെ നാട്ടിൽ ഉത്സവത്തിനും കല്യാണത്തിനും പിറന്നാൾ ഫംഗ്ഷനും ഒക്കെ ഞാനാ പാചകം ചെയ്യുന്നേ. എന്നെ കൊണ്ട് പറ്റും. ഇല്ല, പറ്റില്ല. ഇത് നിന്റെ കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കൊച്ചു പരിപാടി പോലൊന്നും അല്ല. ഇതിപ്പോ ഒരു പാർട്ടി മാത്രമാണെന്ന് പറയാം. പിന്നീട് നടക്കുന്നത് ഒരുപാട് പേർ പങ്കെടുക്കുന്ന കല്യാണോ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മക്കളുടെ കല്യാണം. അതിനൊക്കെ പാചകം നോക്കാൻ പരമ്പരാഗത സദ്യയിലെ ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നിനക്ക്? അറിയാം മാഡം. മധുരം, കയ്പ്, പുളിപ്പ്, ഉപ്പ്, പിന്നെ ഊമോമി എന്ന് പറഞ്ഞ് രുചികൾ 5 വിധം. പന്തിയില് സദ്യ വിളമ്പുമ്പോ ശാസ്ത്രീയമായി ഈ രുചികൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല. ആഹാരം കഴിച്ചു തുടങ്ങുമ്പോ ആദ്യം മധുരം വേണം നാവില് വെക്കാൻ. അതിന് വിളമ്പുമ്പോഴും മധുരം വേണം ഇലയിൽ വിളമ്പി തുടങ്ങാൻ. അതാണ് ശാസ്ത്രം. പിന്നെ സദ്യയില് പ്രധാനമായിട്ടും 4 കറികൾ വീതമുണ്ട്. കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി. അയ്യോ, ഉപ്പിലിട്ടതും 4. ഇഞ്ചിത്തൈര്, പുളിയിഞ്ചി, മാങ്ങ, നാരങ്ങ. ഇനി വറവ് ഐറ്റംസ് 4 കായ, ചേന, മുളക്, ശർക്കര ഉപ്പേരി, പിന്നെ തൊടുകറികളും. അവിയല്, കൂട്ടുകറി, തോരൻ, പച്ചടി, കിച്ചടി, നെയ്യ്, പഴം, പരിപ്പ്, പപ്പടം. പിന്നെ ഒഴുപ്പുകറികളായി സാമ്പാറ്, പരിപ്പ്, മോര്, രസം. അതുകൊണ്ട് മാത്രം സദ്യ ആവുന്നില്ല. സദ്യയിൽ പ്രമുഖൻ പ്രഥമൻ തന്നെയാ. പാലട പ്രഥമൻ, പഴം പ്രഥമൻ, ഗോതമ്പ് പ്രഥമൻ, കടല പ്രഥമൻ, ചക്ക പ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പാൽ പ്രഥമൻ, അരിപ്രഥമൻ. ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇതൊക്കെയാ മാഡം പാരമ്പര്യ സദ്യക്ക് വേണ്ടത്. കൊള്ളാമല്ലോ കല്യാണി, നിനക്ക് സദ്യയെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ. കല്യാണിയോട് ഇനി ധൈര്യമായിട്ട് പാചകം ചെയ്തോളാൻ പറയാം. വാഗൊണ്ടങ്ങനെ പറഞ്ഞാ തീരില്ലല്ലോ. ഇതൊക്കെ പാചകം ചെയ്യാൻ അറിയണ്ടേ? ആ പിന്നല്ലാണ്ട്. അതെ, വെറുതെ കാണാതെ പഠിച്ച് പറയാൻ ആർക്കും പറ്റും. ദേ, ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണ. ആഹാരത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നു പോയാ അതോടെ തീരും അന്തസ്. അത്താഴം മുടക്കാൻ ഒരു നീർക്കോലി വിചാരിച്ചാലും മതിയല്ലോ. ശരി ശരി. ഓലനെന്ന് നീ പറഞ്ഞല്ലോ, അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? പറയടി, എന്താ ഒരു മിണ്ടാട്ട ഇല്ലാത്തെ? അവള് വലിയൊരു പാചകക്കാരി വന്നിരിക്കുന്നു.
പറയാൻ ശ്രമിക്കാം മാഡം. ആദ്യം വൻപയറ് പാകത്തിനെടുത്ത് വേവിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു പാത്രത്തില് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതും പച്ചമുളകും കുറച്ച് വെള്ളത്തിൽ ചെറിയ തീയിൽ വേവിക്കണം. പകുതി വേവാകുമ്പോ നേരത്തെ പാകപ്പെടുത്തി വെച്ച വെന്ത പയറുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. നല്ല വേവാകുമ്പോ അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി പിന്നെ പാകത്തിന് ഉപ്പും കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാ മതി. അതാ ഓലൻ. വെരി വെരി ഗുഡ്. കല്യാണിയുടെ കൈപ്പുണ്യമൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ ഈ ടെസ്റ്റ് ഒക്കെ? കല്യാണി പാചകം ചെയ്യട്ടെ. ഷീ നോസ് ഹർ ജോബ് വെരി വെൽ. അല്ല അതെ മേ, കല്യാണി പാചകം ചെയ്യട്ടെ. ഏതായാലും ഇത് അവളുടെ ഒരു ആഗ്രഹമല്ലേ. ശരി, ആഗ്രഹമൊക്കെ സമ്മതിക്കാം. പക്ഷേ ഫംഗ്ഷനിലെ വിരുന്ന് നന്നായിരിക്കണം. ആരും ഒരു കുറ്റവും പറയാൻ പാടില്ല. അതാണ് പ്രധാനം. ആരും ഒരു കുറ്റവും പറയാത്ത രീതിയിൽ ഞാൻ റെഡിയാക്കാം മാഡം. ദേവി തന്നെ വിശ്വസിക്കണം. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ. ഫംഗ്ഷന് വരുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നീ വീട്ടിലുണ്ടാവില്ല. നാട് കടത്തും നിന്നെ. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നിനക്ക് പാചകം ചെയ്യാം. എന്താ പറ്റുമോ? ശരി മാഡം, എനിക്ക് സമ്മതമാ. ആരും ഒരു കുറ്റവും പറയാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ നിങ്ങൾ പോയിക്കോളൂ. അടുത്തൊരവസരത്തിൽ നമുക്ക് നോക്കാം. ശരി മാഡം. ശരി. ഉം. ഹലോ, പാചക മഹാറാണി. എവിടുന്ന് പഠിച്ചു ഈ കാണാപാഠമൊക്കെ? എന്തായാലും നിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പാസ് മാർക്ക് ഞാൻ തരില്ല. ഈ പരീക്ഷ നിനക്ക് ദുരന്തമായിരിക്കും. വീട്ടിൽ പോയി ഇപ്പോഴേ പെട്ടി തയ്യാറാക്കി വെച്ചോ. അഖിലാണ്ടേശ്വരി നിന്നെ നാട് കടത്തും. കടത്തിക്കും ഞാൻ. ഇത് നീ തന്നെ എനിക്ക് വെച്ച് തന്ന അവസരം. വിലാസിനിക്ക് കിട്ടിയ അവസരം. കാണാം നമുക്ക്. ഇത് നീ തന്നെ എനിക്ക് വെച്ച് തന്ന അവസരം. വിലാസിനിക്ക് കിട്ടിയ അവസരം. കാണാം നമുക്ക്. ശരി. നിനക്കുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടടി. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരും. ഫംഗ്ഷന് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനിരുന്നപ്പോ അവള് വന്ന് ഞാൻ പാചകം ചെയ്തോട്ടെ എന്നൊരു ചോദ്യം. ഓ, ഉടനെ ഇവിടുത്തെ നാഥനും നന്ദനും കൂടെ അങ്ങ് സപ്പോർട്ടും.
ആ ഭാഗ്യത്തിനാ അഖിലേച്ചിയുടെ വായിന്നൊരു വഴി വീണ് കിട്ടിയത്. ഒരാളെങ്കിലും ഭക്ഷണത്തിന് മോശം പറഞ്ഞാലേ അവളുടെ ജോലി തെറിക്കുന്ന്. ഇന്ന് ഒരാളല്ല, ഒരു 100 പേരെ കൊണ്ട് ഞാൻ പറയിക്കും ഈ അടുക്കള കാര്യം മാറ്റാൻ. ഈ വിലാസിനിയോട് അവളുടെ ഒരു കളി കാണാൻ നമുക്ക്.